പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലിനായി അമ്പലപ്പുഴ സംഘം ഇന്ന് പുറപ്പെടും. സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണനുള്ള നേതൃത്വത്തിലാണ് യാത്ര. 11-നാണ് പ്രസിദ്ധമായ പേട്ടതുള്ളൽ. മേൽശാന്തി കണ്ണമംഗലം കേശവൻ നമ്പൂതിരി പേട്ടതുള്ളലിന് എഴുന്നള്ളിക്കാനുള്ള സ്വർണ്ണത്തിടമ്പ് പൂജിച്ച് സമൂഹ പെരിയോന് കൈമാറുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. പ്രത്യേകം തയ്യാറാക്കി അലങ്കരിച്ച രഥത്തിലാണ് തിടമ്പ് കൊണ്ടുപോകുന്നത്. മാളികപ്പുറങ്ങൾ ഉൾപ്പെടെ 250 പേർ രഥഘോഷയാത്രയെ അനുഗമിക്കും. മുൻ സമൂഹ പെരിയോനും സംഘം രക്ഷാധികാരിയുമായ കളത്തിൽ ചന്ദ്രശേഖരൻ നായരാണ് സംഘത്തെ യാത്രയാക്കുന്നത്. 9-ാം തീയതി മണിമലക്കാവിൽ ആഴിപൂജ നടത്തുന്ന അമ്പലപ്പുഴ സംഘം 10-ന് എരുമേലിയിലെത്തും. 11-നാണ് പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ. ആദ്യത്തെ ദിവസം തകഴി ക്യാമ്പിയും അടുത്ത ദിവസം കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ക്യാമ്പ്. 3-ാം ദിവസം മണിമല ക്ഷേത്രത്തിൽ. 3-ാം ദിവസം കഴിഞ്ഞാൽ 4-ാം ദിവസമാണ് ഞങ്ങളുടെ മണിമല ആഴി പൂജ. ആഴി പൂജ കഴിഞ്ഞാൽ അടുത്ത ദിവസം എരുമേലിയിലേക്ക് പോകും. ആ ദിവസം എരുമേലിൽ ക്യാമ്പിയും അടുത്ത ദിവസം 11-ാം തീയതി ചരിത്രപ്രസിദ്ധമായിട്ടുള്ള അമ്പലപ്പുഴ പേട്ടതുള്ളൽ നടക്കും. ദേവൻ്റെ ഉച്ചപ്പുഴയ്ക്ക് ശേഷം വിഷ്ണു സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കൃഷ്ണപ്പരുന്ത് എരുമേലിൽ വട്ടമിട്ട് പറക്കുന്ന ആ സമയത്താണ് പേട്ടതുള്ളൽ ആരംഭിക്കുന്നത് കോട്ടപ്പടി അമ്പലത്തിൽ നിന്ന്. കൊച്ചമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന പേട്ടതുള്ളൽ സംഘം വാവരുപള്ളിയിൽ പ്രവേശിക്കും. രാത്രി ആഴിപൂജയ്ക്ക് ശേഷം പരമ്പരാഗത പാതയിലൂടെ അമ്പലപ്പുഴ സംഘം പമ്പയിലേക്ക് നീങ്ങും. 13-ന് പമ്പാസദ്യയും പമ്പവിളക്കും നടത്തി മല കയറും. സംഘത്തെ മരക്കൂട്ടത്ത് വെച്ച് ദേവസ്വം പോലീസ് അധികാരികൾ സ്വീകരിച്ചാനയിക്കും. 14-ന് അത്താഴപൂജയ്ക്ക് ശേഷം അമ്പലപ്പുഴക്കാരുടെ മഹാനിവേദ്യവും നടക്കും. ജനം, ആലപ്പുഴ.